ഹലോ, ഞങ്ങളപ്പോൾ ഞങ്ങളുടെ അപ്പം ഞങ്ങൾ മൊറോക്കോക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ഞങ്ങൾ ഗാറ്റ്വിക് എയർപോർട്ടിൻ്റെ പർപ്പിൾ പാർക്കിങ്ങിൽ കാർ ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് ഇവിടുത്തെ റിസപ്ഷനിൽ കീ ഒക്കെ കൊടുത്തിട്ട് വന്നേക്കാണ്. ഇത് പുതിയ ഗസ്റ്റ് ബേസിലും ആൽഫിയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് ശേഷം? ഇപ്പൊ ഇത്രയും സമയം 4:10. ഞങ്ങൾക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്യും. അപ്പം പിന്നെ കാണാം. ഓക്കെ, അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ബണ്ണും ചായയാണ് ഗെയിൽസ് ചെയ്തത്. ഞാൻ പാന ചോക്ലേറ്റും മോക്കയും ക്രൊസാൻറ്റും. അതെന്താ? ചായ. പുതിയ 2 ആൾക്കാർ ഹായ് പറഞ്ഞോളൂ. ഞങ്ങൾ ഫുൾ വ്ളോഗാണ്. ഹായ് ഗായ്സ്, ഇത് ജുബിലും അത് റോജിനും. അതെ, അങ്ങനെ ഞങ്ങൾ 6 AM രാവിലെ ലണ്ടൻ ഗാറ്റ്വിക്കിൽ നിന്നും വിസ് എയർലൈൻസ് ആണ് എടുത്തത്. ഞങ്ങൾ 10:40 ലോക്കൽ ടൈം മരക്കേഷിലെത്തി. അവിടെ ആദ്യം തന്നെ തോന്നിയ കാര്യം ഭയങ്കര സണ്ണിയാണ്. അത് കണ്ടപ്പം തന്നെ ഭയങ്കര സന്തോഷമായി. ചെറിയൊരു തണുപ്പ് തോന്നിയിരുന്നു, എന്നാലും മൊത്തത്തിൽ ലണ്ടൻ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇമിഗ്രേഷനിലേക്ക് പോയി. അവിടുത്തെ ഓഫീസേഴ്സ് ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും വിസയൊക്കെ നോക്കി, പിന്നെ എന്താ പ്രൊഫഷൻ, എവിടെയാണ് സ്റ്റേ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ എക്സിറ്റിലോട്ട് പോയിട്ട് അവിടുത്തെ ATM നിന്ന് കാശ് എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വന്നപ്പം കാശൊന്നും അങ്ങനെ എന്താ എക്സ്ചേഞ്ച് ചെയ്യാണ്ടാണ് വന്നത്. പക്ഷേ ATM അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എമൗണ്ട് ഒക്കെ എടുത്ത് സെറ്റായി. ബേസിലെ ക്യാഷ് കാണിക്കോ പ്ലീസ്? അങ്ങനെ കാണിക്കലും പോണോ ഒരുമിച്ചായിരിക്കും. ഓ, സൂക്ഷിച്ചേക്കാം. അപ്പം ഞങ്ങൾ അതെ, ഇപ്പം നമ്മൾ 3000 മാഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു മാഡ് എന്ന് പറയണത് ഏകദേശം 10 യൂറോസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ ചെയ്തത് eSIM എടുക്കുമായിരുന്നു. മായ എന്ന് പറഞ്ഞ കമ്പനിയുടെ eSIM എടുത്തത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് കിട്ടുമല്ലോ. അതും കഴിഞ്ഞ് ഞങ്ങൾ ടാക്സി എടുക്കാൻ വേണ്ടി എക്സിറ്റിലേക്ക് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു അടിപൊളി സർപ്രൈസ് കിട്ടിയത്. ആ വീക്കെൻഡിലായിരുന്നു മരക്കേഷിൽ വെച്ചിട്ട് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഫിനാലെ നടന്നത്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും കുറേ അധികം ടൂറിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു മരക്കേഷിൽ. അപ്പോൾ ഒരു സൂപ്പർ ഡാൻസ് ആയിട്ടാണ് മരക്കേഷ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. ഡയറക്റ്റ് എക്സിറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒഫീഷ്യൽ ടാക്സിയുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ മദീനയിലേക്ക് വിടുമെന്ന് ചോദിച്ചിട്ട് ഒരു ടാക്സിയിൽ കയറി. 150 MAD ആണ് അവർ ചാർജ് ചെയ്തത്. ഞങ്ങളപ്പം പോണ വഴി കൂടി എവിടെ പോയി ലഞ്ച് കഴിക്കണമെന്ന് ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ പുള്ളിക്കായിരിക്കുമല്ലോ കൂടുതൽ ഇവിടുത്തെ കാര്യം അറിയണേന്ന് വിചാരിച്ച് പുള്ളിയോടൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം മദീനയ്ക്ക് അടുത്തുണ്ടെങ്കിൽ കൊണ്ടുവിടാവൂന്ന് ചോദിച്ചു. ലോക്കൽ കൾച്ചർ എന്താ സന്തോഷം. നമ്മൾ മദീനയുടെ മാർക്കറ്റ് ഏരിയയിലേക്ക് പോവാ.
ഓ ഇവിടുത്തെ 11 അതെ ഇവിടുത്തെ. അപ്പം ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് സിറ്റി കൂടിയാണ്. മരിക്കേഷിന് ഒരു ഓൾഡ് സിറ്റി ഉണ്ട്, ന്യൂ സിറ്റി ഉണ്ട്. ഞങ്ങളോട് ഒരു ഡ്രൈവർ പറഞ്ഞ ന്യൂ സിറ്റിയിലാണ് കുറേയും കൂടി മോഡേൺ ബിൽഡിങ്സും മോളുകളും പിന്നെ KFC, മെക്ഡൊണാൾഡ്സ് അങ്ങനത്തെ വെസ്റ്റേൺ ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ന്യൂ സിറ്റി പോകണം. ഓൾഡ് സിറ്റിയിൽ കുറേയും കൂടി ട്രഡീഷണൽ കടകളും സൂക്കുകളും പിന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ സാധനങ്ങൾ വിൽക്കുന്ന കടകളും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നത്തെ ഒരു 3 നൈറ്റോളം ഇവിടെ ഓൾഡ് സിറ്റിയിലാണ് താമസിച്ചത്. ഓൾഡ് സിറ്റിയിലൊരു റിയാദ് എന്ന് പറഞ്ഞ് ഇവരുടേതായ ഒരു ട്രഡീഷണൽ ഹൗസിലാണ് ഞങ്ങൾ താമസിച്ചത്. നാട്ടിലെ ഒരു 4 കെട്ടിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള. പുറത്തുനിന്ന് കാണാൻ ഇങ്ങനത്തെ ഓറഞ്ച് ക്യൂബുകളാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഏസ്തറ്റിക് ആയിട്ടുള്ള അടിപൊളി 4 കെട്ട് വീടുകളാണ്. അങ്ങനെ ഞങ്ങളെ ഡ്രൈവർ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി വിട്ടേ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലം, ഭയങ്കര നല്ല ഷാൻഡ്ലിയറും വാൾസ് നിറച്ചും കൊത്തുപണിയും ടൈൽസും ഒക്കെ നല്ല അടിപൊളി ലുക്ക്. പിന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിയാദാണെങ്കിലും പിന്നീട് പോയ മദീനയാണെങ്കിലും എല്ലായിടത്തും മൊറോക്കൻ ആർക്കിടെക്ചർ ഭയങ്കര കിടിലനാണ്. ഫുൾ മാക്സിമലിസ്റ്റിക് സംഭവങ്ങളാണ്, പക്ഷേ നല്ല ഭംഗി കാണാൻ. ഞങ്ങളങ്ങനെ നടന്ന് ഫസ്റ്റ് ഫ്ലോറിലെത്തി. കോറിഡോറിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല വെൽക്കമിങ് എൻവയൺമെൻ്റ് ഒക്കെ പോലെ തോന്നി. അപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് ഇതാണോ പുള്ളി ഉദ്ദേശിച്ച അഫോർഡബിൾ പ്ലേസ് എന്നൊക്കെ. പക്ഷേ എന്തായാലും ഉള്ളിൽ പോയി ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് കയറിപ്പോയി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത ടാക്സിയിലെ ആള് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവിട്ടതാണ്. അടിപൊളി മൊറോക്കൻ ഫുഡ് കിട്ടുന്നതാണ്. വന്ന് ഇരുന്ന് മെനു ഒക്കെ നോക്കിയപ്പം തന്നെ മനസ്സിലായി ഡിഷസൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. മാത്രമല്ല ടൈം ഡിഫറൻസ് ഒക്കെ കാരണം അവിടെ ഇപ്പം 12 ആവണേ ഉള്ളൂ. അപ്പം ലണ്ടൻ ടൈം 11 മണി. അപ്പം ഞങ്ങൾക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി 3 മെയിൻ മൊറോക്കൻ സ്റ്റൈൽ ട്രഡീഷണൽ ഡിഷസ് ഓർഡർ ചെയ്തു, എന്നിട്ട് ഷെയർ ചെയ്തു. ഇതുണ്ട് 2 സീസണിങ് ഒക്കെ ഉണ്ട് മുക്കി തിന്നെ. ഓ പെപ്പറും സോൾട്ടും പെപ്പറും. നമ്മുടെ റെസ്റ്റില്ലേ റെസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഓ താങ്ക് യു. ഇതാട്ടോ ബണ്ണ് സ്റ്റാർട്ടർ ആയിട്ട് അവർ തന്നെ. ഈ റെസ്റ്റോറൻറ്റ് വ്യൂ ഒക്കെ അടിപൊളിയാ, പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി മെനു പ്രൈസ് ചെയ്യാമെന്ന് തോന്നി. ഞങ്ങൾ വേറെ ആരും കാണണില്ല, ടൂറിസ്റ്റുകൾ മാത്രമേ കയറുന്നുള്ളൂ. അപ്പം ആദ്യത്തെ അബദ്ധം പറ്റി. ഓക്കെ ചിക്കൻ and meat and the sauce normal with couscous. അപ്പം പിന്നെ ആദ്യമായിട്ട് വന്നത് കുസ്കുസ് വിത്ത് വെജിറ്റബിൾസും അതിൽ 1 പീസ് ചിക്കനും 1 പീസ് മീറ്റും ഉണ്ടായിരുന്നു. പിന്നെ വന്നത് സ്പിറ്റ് റോസ്റ്റഡ് ലാമ്പായിരുന്നു. പിന്നെ ഐക്കോണിക് ഡിഷ് നമ്മുടെ തജീൻ വന്നു. I give rice for the tagine. Okay. Thank you. Can we have... ചേട്ടാ പാത്രം ഓർഡർ ചെയ്തതിൽ ആ ലാമ്പ് അടിപൊളിയായിരുന്നു. പിന്നെ തജീൻ്റെ ചാറ് മുക്കിയ ബ്രെഡ് തിന്നാനും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ട് പുറത്തുള്ള മാർക്കറ്റിലേക്ക് അങ്ങ് പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റീവിയയുടെ ഇല കഴിച്ച് നല്ല മധുരമുള്ള ടേസ്റ്റുള്ള ഇല. ഇപ്പം ഞങ്ങൾക്ക് മൊറോക്കോ ടീ ബർബറാണ് ഇത്. വലിയ വലിക്കാൻ ഷോർട്ട്
വിക്സ് കലക്കി കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. കുടിക്കാൻ പറ്റണില്ല. ഇതില് യൂക്കാലിപ്റ്റസിന്റെ എസൻസ് ഇട്ട് ഒരു ക്രിസ്റ്റൽ പോലെ വിക്സിന്റെ മണം ഇതിന്റെ ചെവി മൂക്കി കൂടി ഒക്കെ വിക്സ് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ചായ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്ന് മേടിച്ചാലും ഞാൻ ആലോചിക്കായിരുന്നു. മധുരം ഉണ്ടല്ലേ, സ്റ്റീവിയ ലീഫ് കഴിച്ചു. ഞങ്ങളങ്ങനെ അവിടുന്ന് 100 ഗ്രാം മൊറോക്കൻ ടീ ഒക്കെ വാങ്ങി നേരെ പുറത്തോട്ട് ഇറങ്ങി. നേരെ കാണുന്ന ടവറാണ് കുത്തുബിയ മോസ്ക്. മരക്കേഷിൽ തന്നെ ഏറ്റവും വലിയ മോസ്കാണത്. അതെ, ഇവിടുത്തെ ടാക്സിയുടെ കളർ കണ്ടോ? അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടിയുടെ ഒക്കെ സൈഡിൽ കൂടി നടന്നു. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിനെയും വെല്ലുന്ന ഡ്രൈവിംഗ് കണ്ടു. അവിടെ റോഡിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇന്ന് ചെയ്യാൻ പോണ ആക്ടിവിറ്റി ഡെസേർട്ട് ക്യാമ്പാണ്. ആദ്യത്തെ നൈറ്റ് ഞങ്ങൾക്ക് സ്റ്റേ എങ്ങും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള ഡെസേർട്ട് ക്യാമ്പൊക്കെ ബുക്ക് ചെയ്തത്. അപ്പം ഇനി അഗാഫെ ഡെസേർട്ടിലെ കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്ത വീഡിയോയിൽ കാണാം.